നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ കീഴടക്കി സ്പെയിൻ ലോകകപ്പ് കിരീടം നേടി. യൂറോ കപ്പ്, ഒളിമ്പിക്സ് സ്വർണം, ലോകകപ്പ് എന്നിവ ഒരേ സമയം നേടിയ ടീമായി സ്പെയിൻ. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KC അഭിലാഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി എക്സലൻസ് വിദ്യാഭ്യാസ അവാർഡ് MLA രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി അഗ്നിസിറ്റി ലയൺസ് ക്ലബ് 2026-27 ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പേൾ റീജൻസിയിൽ മുൻ മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർമാൻ ടോണി ഏനോക്കാരൻ നിർവഹിച്ചു. വാഴാനി ഡാമിലെ മ്യൂസിക് വാട്ടർ ഫൗണ്ടെയിൻ പണി പൂർത്തീകരിക്കാതിരിക്കുന്നത് അഴിമതി മൂലമാണെന്ന് യൂത്ത് കോൺഗ്രസ്. വിശദമായ വാർത്തകളിലേക്ക്. അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ കീഴടക്കി സ്പെയിൻ ലോകകപ്പ് കിരീടം നേടി. യൂറോ കപ്പ്, ഒളിമ്പിക്സ് സ്വർണം, ലോകകപ്പ് എന്നിവ ഒരേ സമയം നേടിയ ടീമായി സ്പെയിൻ. കളി ആരംഭിച്ചതു മുതൽ സ്പെയിൻ അർജന്റീനിയൻ ഗോൾ മുഖത്ത് കടുത്ത സമ്മർദ്ദം തുടങ്ങി. ആദ്യ 5 മിനിറ്റിൽ തന്നെ 2 സുവർണ അവസരങ്ങൾ യമാൻ സൃഷ്ടിച്ചു. എന്നാൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് രക്ഷകനായി. സ്പെയിൻ ഗോൾ മുഖത്ത് കിട്ടിയ ഫ്രീ കിക്ക് ഫലം കണ്ടില്ല. ആദ്യ പകുതിയുടെ അവസാന നിമിഷം അർജന്റീനിയൻ ഗോൾ വലയിൽ പന്ത് എത്തിയെന്ന് തോന്നിയെങ്കിലും ഗോൾ കീപ്പറെ മറികടക്കുവാനായില്ല. ആദ്യ പകുതിയിൽ ഒരു ഗോൾ ഷോട്ട് പോലും കണ്ടെത്താനോ സ്പാനിഷ് ബോക്സിൽ പന്തുമായി കയറുവാനോ അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല. രണ്ടാം പകുതി ആരംഭിച്ചത് തന്നെ സ്പെയിനിന്റെ മറ്റൊരു ഗോൾ ഷോട്ട് കൂടി കണ്ടുകൊണ്ടാണ്. പന്തിന്റെ ആധിപത്യം സ്പെയിനിന്റെ കൈവശമായിരുന്നത് കണ്ടു നിൽക്കുവാനേ അർജന്റീനയ്ക്ക് കഴിഞ്ഞുള്ളൂ. പന്ത് പൂർണ്ണമായും അർജന്റീനിയൻ പകുതിയിലായിരുന്നു. എൽബർട്ട് ഫെർണാണ്ടസ് എന്ന കളിക്കാരൻ രണ്ടാം മഞ്ഞക്കാർഡ് കണ്ട് പുറത്തായി. ഇതോടെ മത്സരം 90 മിനിറ്റ് പൂർത്തിയായി. തുടർന്ന് എക്സ്ട്രാ ടൈമിലേക്ക് കളി നീണ്ടു. 96-ാം മിനിറ്റിൽ സ്പെയിൻ അടിച്ച ഗോൾ റഫറി അനുവദിച്ചില്ല. നിമിഷങ്ങൾക്കകം സ്പെയിൻ കളിക്കാരൻ ഫെറാൻ ടോറസ് അർജന്റീനയുടെ വല കുലുക്കി. ഗോൾ വഴങ്ങിയ അർജന്റീനിയൻ കളിക്കാർ സടകുടഞ്ഞ് എഴുന്നേറ്റ് സ്പാനിഷ് ഗോൾ മുഖത്തേക്ക് നടത്തിയ മുന്നേറ്റങ്ങൾ എല്ലാം സ്പെയിൻ പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. കളി അവസാനിച്ച വിസിൽ മുഴക്കിയ ശേഷം അർജന്റീനിയൻ കളിക്കാരിൽ നിന്നും അപമാനകരമായ പെരുമാറ്റവും കാണികൾക്ക് കാണേണ്ടി വന്നു. ഈ ലോകകപ്പ് മത്സരങ്ങളിൽ 10 ഗോൾ നേടിയ ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ടിന് അർഹനായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KC അഭിലാഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി എക്സലൻസ് വിദ്യാഭ്യാസ അവാർഡ് തൃശൂർ MLA രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആചാര്യക്കാട് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KC അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളുടെ കഠിന പ്രയത്നം, മാതാപിതാക്കൾ, അധ്യാപകർ, സഹപാഠികൾ എന്നിവരുടെ പരിശ്രമ ഫലമായിട്ടുമാണ് ഈ നേട്ടമെന്നും ഉന്നത വിജയത്തിനൊപ്പം സ്നേഹം, വിനയം, ക്ഷമ, സത്യസന്ധത എന്നിവ മുറുകെ പിടിച്ച് ജീവിക്കണമെന്നും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മൂല്യമാണിതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MLA രാജൻ ജെ പല്ലൻ പറഞ്ഞു. പാഠപുസ്തകത്തിലെ അറിവ് മാത്രം പോരാ, തൊഴിൽ മേഖലയിൽ കടുത്ത മത്സരമാണ്. അവിടെ വിജയിക്കണമെങ്കിൽ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കണമെന്നും നേതൃത്വപരമായി ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനു വർഗീസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അധ്യാപകൻ MJ സിജു വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷണൽ ക്ലാസ് എടുത്തു. നേതാക്കളായ ലീലാമ്മ തോമസ്, ഭാസ്കരൻ ആധങ്കാവിൽ, KP ചാക്കോച്ചൻ, ജിത്ത് ചാക്കോ, സജി കോട്ടൂർ, രാജു കാവിയത്ത്, ജോളി ജോർജ്, വിനോദ് തേനംപറമ്പിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിയ EV, അജിൻ, സാനിയ തോമസ്. ഫോട്ടോ വിജയം കരസ്ഥമാക്കിയ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും പ്രയത്നം കൂടിയാണ് ഈ ഉന്നത വിജയത്തിന് നിങ്ങളെ പ്രാപ്തരാക്കിയത്. അതിന് പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ, സഹപാഠികൾ എല്ലാവരുടെയും പരിശ്രമ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അവരെയും കൂടി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, ഇന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മികവിൻ്റെ അളവുകോലായി നാം കാണുന്നത് ഉന്നത വിജയം മാത്രമല്ല,
ഉന്നത വിജയം മാത്രമല്ല, ആ ഉന്നത വിജയത്തിനോടൊപ്പം മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യം. മൂല്യങ്ങൾ എന്താണ്? മൂല്യങ്ങൾ സ്നേഹം, വിനയം, ക്ഷമ, സത്യസന്ധത, ഈ തുടങ്ങിയ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള ഒരു കഴിവാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യമായി കാണുന്നത്. അതുകൊണ്ട് മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ നിങ്ങൾ പ്രാപ്തരാകണം എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ നേരത്തെ അഭിലാഷ് പറഞ്ഞു, സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു, തോൽവികൾ ജീവിതത്തിലുണ്ടാകാം, വിജയങ്ങൾ മാത്രമല്ല തോൽവികളും ജീവിതത്തിലുണ്ടാവാം. ആ തോൽവികളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ തോൽവിയൊക്കെ വിജയത്തിൻ്റെ മുന്നോട്ട് പോകാനുള്ള ചവിട്ടുപടിയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഞാൻ വ്യക്തിപരമായ കാര്യം സൂചിപ്പിക്കാം. മണ്ണുത്തി അഗ്രിസിറ്റി ലയൺസ് ക്ലബ്ബ് 2026-27 ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പേൾ റീജൻസിയിൽ മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ടോണി ഏനോക്കാരൻ നിർവഹിച്ചു. പ്രസിഡന്റായി ജോൺ ജോസഫ്, സെക്രട്ടറിയായി ഡോക്ടർ മാധവനുണ്ണി, ട്രഷററായി AV ഷാജു എന്നിവരും മറ്റു ഭാരവാഹികളും സ്ഥാനമേറ്റു. ചടങ്ങിൽ മുൻ പ്രസിഡന്റ് ജേക്കബ് നെറ്റോ, CO വിൽസൺ, പ്രശാന്ത് മേനോൻ, രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ഡോക്ടർ മാധവനുണ്ണി സ്വാഗതവും AA റോയ് നന്ദിയും പറഞ്ഞു. 2026-2027 വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. എനിക്ക് ഇവിടെ വന്നു തന്നപ്പോ ഞാൻ നന്നായി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മലയാളം പറയുന്ന ആളാണ്. പക്ഷെ ഇദ്ദേഹം സൂപ്പറായിട്ട് മലയാളം പറഞ്ഞപ്പോ ഞാൻ തപ്പി തുടങ്ങി വന്നപ്പോ തന്നെ. എനിക്ക് ഇന്ന് ഇവിടെ കയറി നിന്നപ്പോ തന്നെ എന്തോ ഒരു അപകടം മണക്കണ പോലെ ഉള്ള കാര്യം പറയാല്ല. സാധാരണ ഉണ്ടാവാറില്ല. ഞങ്ങളുടെ പേര് കളയാനായിട്ട് പരിശ്രമിക്കരുത്. ഏറ്റവും മനോഹരമായിട്ട് പ്രവർത്തിച്ച് ഏറ്റവും നല്ല ക്ലബാവണം. അങ്ങനെ അടുത്ത വർഷം ഞാൻ പറഞ്ഞ നിങ്ങളുടെ സ്വപ്നങ്ങള് പൂവഴിയണം. നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങളിൽ കിടക്കുന്നില്ല. ഒരു ഇൻഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അയാള് അഷ്ടമനായിട്ട് കാത്തു നിൽക്കുന്ന ഭാഗ്യത്തിന് കുട്ടികൾ കുറവാണ്. അതല്ലെങ്കിൽ ബിഷപ്പിന്റെ വിളി കൂടി മുന്നിൽ കേൾക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് കൊച്ചുമക്കള് കുറവായതുകൊണ്ട് ആരും തന്നെ കാണുന്നില്ല. അപ്പൊ സാധാരണ ഞാൻ നേരിട്ട് കിടക്കാം. നമ്മളെ ഈ ഒരു ക്ലബിലേക്ക് വരുമ്പോ അതിനുവേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയും നിങ്ങളോട് അപേക്ഷിക്കുകയുമാണ്. ഈ ക്ലബിന്റെ പേട്രൺസ് ആയിട്ട് ഉന്നതരായ വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സമാശ്വാസം. കേരള വെറ്റിനറി ആനിമൽ സയൻസിന്റെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ സന്തോഷിതനായിട്ട് ഏറ്റവും പിൻനിരയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു ക്ലബിന്റെ പ്രസിഡന്റ്, പേട്രൺ. അടുത്ത പേട്രൺ ഡോക്ടർ പോൾ തോമസ് ആണ്. ഈ സ്റ്റാഫിന്റെ MD-യും CEO-യുമാണ്. അദ്ദേഹത്തിന് സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ബഹുമുഖ പ്രതിഭകളായ വൻകിട എന്നുള്ള പദം ഇന്ന് പ്രയോഗിക്കാൻ ഒക്കില്ല. വളരെ പ്രാപ്തരായ വ്യക്തികളെല്ലാം ഉണ്ട്. ഇവരുടെ എല്ലാം സഹായവും സഹകരണവും തേടി ഈ ക്ലബിനെ Elder son, Dijo Romeo, an engineer, is a deputy Anto, a software engineer. വാഴാനി ഡാമിലെ മ്യൂസിക് വാട്ടർ ഫൗണ്ടെയിൻ പണി പൂർത്തീകരിക്കാതിരിക്കുന്നത് അഴിമതി മൂലമാണെന്ന് യൂത്ത് കോൺഗ്രസ്. വടക്കാഞ്ചേരി തെക്കുങ്കര പഞ്ചായത്തിലെ വാഴാനി ഡാമിലെ മ്യൂസിക് വാട്ടർ ഫൗണ്ടെയിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 6 കോടി രൂപ ചെലവഴിച്ച് പണിയുന്നതാണ്. വർഷം 2 കഴിഞ്ഞിട്ടും പണി എങ്ങും എത്തിയിട്ടില്ല. കോടികളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സെക്രട്ടറി VJ ജമാൽ ആരോപിച്ചു. ഈ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ നടവഴിയിൽ കൂട്ടിയിട്ടിരിക്കുന്നതും വിനോദസഞ്ചാരികളെ കുറെ കാലമായി ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള രീതിയിലാണ്. കാഴ്ച പരിമിതിയുള്ള ആളുകൾ നടക്കുന്ന വഴി കൂടിയാണ് ഇത്. ആ പാതയിലെ പ്രത്യേക ലൈൻ ഇളക്കി മാറ്റിയ നിലയിലാണ്. ഇത്തരം പ്രവർത്തനങ്ങളുടെ പേരിൽ വലിയ തുകകൾ പാസാക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല. ഡാമിലെ സോളാർ പാനൽ കളവു പോയതിലും ലൈറ്റുകൾ പ്രവർത്തിക്കാത്തതിലും അധികാരികൾ മറുപടി പറയുന്നില്ല. ഇതിൽ പ്രതിഷേധമുണ്ട്. ഉന്നത അധികാരികൾക്ക് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയും വിജിലൻസ് അന്വേഷണം വേണമെന്ന് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി VJ ജമാൽ അറിയിച്ചു. MLAയുടെ വികസന ആസ്തി ഫണ്ടിൽ നിന്നും 6 കോടി രൂപയോളം ചെലവിട്ട് ഈ കാണുന്ന മ്യൂസിക് വാട്ടർ ഫൗണ്ട് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതിൽ
നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായം ഇതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിനെതിരെ വിജിലൻസിനും അതുപോലെ തന്നെ ഇതിൻ്റെ വകുപ്പ് മന്ത്രിക്കും പരാതിയുമായി യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ വർക്കിനെ സംബന്ധിച്ച് വർഷങ്ങളോളമായി ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് നടക്കാനോ അല്ലെങ്കിൽ ഈ വഴികളൊക്കെ പൊട്ടി പൊളിച്ചിട്ട് നടക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുള്ളത്. അത് വളരെയധികം പ്രതിഷേധാർഹമാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ല അഴിമതിയും കാര്യങ്ങളും അന്യായമായി തുടരുന്ന പവർ കട്ടിനെതിരെ AIYF പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. AIYF ഉള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലാ കമ്മിറ്റികളിൽ സംസ്ഥാനത്ത് തുടരുന്ന അന്യായമായ പവർ കട്ടിനെതിരെ പ്രതിഷേധ സമരം നടത്തി. മെഴുകുതിരി തെളിയിച്ചും ചാർജബിൾ LED ബൾബുകൾ നൽകിയും മെഴുകുതിരി വിതരണവും ചെയ്തുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മണ്ണുത്തി മേഖലാ കമ്മിറ്റിയിൽ നടന്ന പ്രതിഷേധ സമരം AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. കൂടാതെ പാണഞ്ചേരി, പുത്തൂർ, മാടക്കത്തറ, കുറുക്കഞ്ചേരി കമ്മിറ്റികളിലും പ്രതിഷേധ സമരം നടത്തി. കനിഷ്കൻ വല്ലൂർ, അഖിൽ PS, ജിനേഷ് PG, സനിൽ വാണിയമ്പാറ, റഫീഖ് അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കമ്മിറ്റികളിൽ ശരത് മുള്ളന്താനത്ത്, രമ്യ രാജേഷ്, മിഥുൻ ബാലചന്ദ്രൻ, ശരത് ലാൽ, നിജു, വിജിൻ, സുജിത് KS തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. തേക്കിൻകാട് മൈതാനിയിലെ സ്വാതന്ത്ര്യ സമര പൈതൃകം സംരക്ഷിക്കണമെന്ന് NCP ആവശ്യപ്പെട്ടു. തേക്കിൻകാട് മൈതാനം സ്വാതന്ത്ര്യ സമരത്തിനും സാമൂഹിക പരിഷ്കരണത്തിനും മൂല്യവത്തായ സംഭാവനകൾ നൽകുവാൻ വേദിയൊരുക്കിയ പൈതൃകമുള്ള ഇടമാണ്. ഈ പൈതൃകത്തെ തിരസ്കരിക്കുന്ന കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുവാൻ കൊച്ചിൻ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാഷണൽ കോൺഗ്രസ് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. വലിയ മതിൽക്കെട്ടോടുകൂടിയ വിശാലമായ അങ്കണമാണ് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രാചാരങ്ങൾക്ക് തടസ്സമില്ലാതെ തന്നെ മതിൽക്കെട്ടിന് പുറത്ത് ശബ്ദമലിനീകരണം നിയന്ത്രിച്ച് പൊതുപരിപാടികൾ നടത്തുന്നതിന് സാധ്യമാണ്. രാഷ്ട്രീയം ദുശീലമാണെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ അപലപനീയമാണെന്ന് യോഗം അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നു. ജൂബിലിയിലെ ഗവേഷണ വിസ്മയങ്ങൾ കണ്ടറിഞ്ഞ് വിദ്യാർത്ഥികൾ. ക്യാൻസർ അടക്കമുള്ള അനേകം രോഗങ്ങൾ കണ്ടെത്താനും ചികിത്സിച്ച് രോഗശാന്തിയേകാനും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഗവേഷണ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഗവേഷണങ്ങൾ വൈദ്യശാസ്ത്രത്തിന് വലിയ പ്രതീക്ഷ പകരുന്നതാണെന്ന് പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ. പുകവലിയും മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും DNA-യിൽ മാറ്റമുണ്ടാക്കുമെന്നും കോശങ്ങളെ രോഗാവസ്ഥയിലാക്കുമെന്നും ഡോക്ടർ ഗംഗാധരൻ ചൂണ്ടിക്കാട്ടി. ശ്വാസകോശാർബുദത്തിന് 80% കാരണവും പുകയിലയും പുകവലിയുമാണ്. പ്രതിരോധശേഷിയുള്ള കോശങ്ങളെ വളർത്താനുള്ള ശേഷിയെ ലഹരി തളർത്തും. ജൂബിലി മിഷൻ ആശുപത്രിയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ആശുപത്രിയിലെ ഗവേഷണ വിഭാഗം വിദ്യാർത്ഥികൾക്ക് വൈദ്യശാസ്ത്രത്തിലും ഗവേഷണത്തിലും അഭിരുചി വളർത്താൻ ഒരുക്കിയ കാച്ച് ദം യങ്സ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 50 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 100-ലേറെ വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും രക്ഷിതാക്കളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റിന്നി മുണ്ടൻകുര്യൻ, പ്രിൻസിപ്പൽ ഡോക്ടർ AM ആൻഡ്രൂസ്, മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ DM വാസുദേവൻ, റിസർച്ച് കോർഡിനേറ്ററും പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറുമായ ഡോക്ടർ PR വർഗീസ്, ഡോക്ടർ M കുമുദം ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ വിനോദ് കുമാർ, ഡോക്ടർ പ്രസാദ് അലക്സ്, ഡിംബിൾ റീഷൻ എന്നിവർ ക്ലാസ് നയിച്ചു. ശക്തമായ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യമുള്ള സിനിമകൾ അപൂർവമാവുകയും പകരം കുറ്റകൃത്യവും അക്രമോത്സുകതയും ചിത്രീകരിച്ചവ പെരുകുകയും ചെയ്യുന്നുവെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്. കോലഴി ഗ്രാമീണ വായനശാലയിൽ പ്രവർത്തിക്കുന്ന കോലഴി സിനിമാ കൊട്ടകയുടെ 100ാം പ്രദർശനാഘോഷം സാഹിത്യ അക്കാദമിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലെ മൾട്ടിപ്ലക്സുകളിൽ പോയി സിനിമ കാണുന്നത് കേവലം വിനോദത്തിന് മാത്രമായി ചുരുങ്ങുന്നു. അവ കാണുന്നതിലൂടെ മാനുഷികവും ജൈവികവുമായ ആനന്ദം ലഭിക്കുന്നുണ്ട് എന്ന് സംശയമാണ്. മികച്ച സാഹിത്യകൃതികളെ ഉപജീവിച്ചിറങ്ങിയ പഴയ സിനിമകൾ ഒരു രാഷ്ട്രീയ ദർശനം നൽകുന്നുണ്ട്. അവ ഇപ്പോൾ വീണ്ടും കാണുമ്പോൾ പുതിയ ചില മാനങ്ങളിലേക്ക് പ്രേക്ഷകനെ നയിക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതികമായ വളർച്ചയും മേന്മയുമുള്ള പുതിയ സിനിമകൾ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മനസ്സിൽ ഒന്നും അവശേഷിക്കുന്നില്ലെന്നും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയും മാനവികതയും എന്ന വിഷയത്തിൽ ഡോക്ടർ KPN അമൃത മുഖ്യപ്രഭാഷണം നടത്തി.
സിനിമാ കൊട്ടക പ്രവർത്തനം തന്നെ മാനവികമായ ഒന്നാണെന്ന് അവർ പറഞ്ഞു. സിനിമാ നിർമ്മാണം ഒരു ശാസ്ത്രീയ പ്രവർത്തനമാണെന്നും മാനവികത പ്രസരിപ്പിക്കാൻ ഏറ്റവും ശേഷിയുള്ള കലാരൂപമാണ് സിനിമയെന്നും അവർ പറഞ്ഞു. പ്രാദേശികമായ ഒരു വിഷയത്തെയോ ചിന്തയെയോ ആഗോളതലത്തിലേക്ക് വളർത്താനും ചർച്ചയ്ക്ക് വിധേയമാക്കാനും അവസരമൊരുക്കുന്ന സിനിമകളാണ് വാസ്തവത്തിൽ മാനവികമായവ. നമ്മെ അസ്വസ്ഥമാക്കുന്ന ജാതീയതയും അസമത്വവും മനുഷ്യബന്ധങ്ങളിലെ വിള്ളലുകളും രാഷ്ട്രീയ സമരങ്ങളുമെല്ലാം ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നതാകണം. മഹിതമായ മാനവികത പ്രസരിപ്പിക്കുന്ന സിനിമകളെന്ന് നിരവധി മഹാസംവിധായകരുടെ സിനിമകൾ ഉദാഹരിച്ച് അമൃത ചൂണ്ടിക്കാട്ടി. വായനശാല വൈസ് പ്രസിഡന്റ് സി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ കൊട്ടക പ്രവർത്തകരായ KB മധുസൂദനൻ, PP പ്രശാന്ത്, KK ആനന്ദ് എന്നിവർ സംസാരിച്ചു. യോഗാനന്തരം കയ്യേ മലാഗ എന്ന സ്പാനിഷ് ചിത്രം മലയാളം സബ്ടൈറ്റിലുകളോടെ പ്രദർശിപ്പിച്ചു. ഇനിയൊരു ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. വിദ്യാർത്ഥികൾ അക്കാദമിക് മികവിനോടൊപ്പം മൂല്യങ്ങളും സൂക്ഷിച്ച് മാതൃകയാക്കണമെന്ന് രാജൻ ചേപ്പല്ലൻ MLA. തൃശൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സ്പോർട്സ് അവാർഡ് വിതരണവും സർവീസിൽ നിന്ന് വിരമിച്ച അംഗങ്ങൾക്കുള്ള ആദരം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീൻ IPS, തൃശൂർ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ P. രാമചന്ദ്രൻ, ഡെപ്യൂട്ടി കമാൻഡന്റ് ചന്ദ്രശേഖരൻ MC, KSPP WA ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ, റിട്ടയർഡ് അഡീഷണൽ SP രാജു VK തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സംഘം മെമ്പർമാരുടെ മക്കൾക്കും സ്പോർട്സിൽ മികച്ച നേട്ടം കൈവരിച്ച സംഘം മെമ്പർമാർക്കും ക്യാഷ് അവാർഡും ഫലകവും നൽകി ആദരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് P. രാജു അധ്യക്ഷനായ ചടങ്ങിൽ ബോർഡ് മെമ്പർമാരായ KO വിൽസൺ സ്വാഗതവും PK ജോസ് നന്ദിയും പറഞ്ഞു. സംഘം ബോർഡ് മെമ്പർമാരായ അനിലൻ MV, യൂസഫ് KA, പ്രിയ EJ, PI മൻസൂർ, ജോർജ് വർഗീസ് KJ, ദിനി CG, ഷിബു ജോർജ്, ആനിഷ് PP, EV സ്മിത, സംഘം സെക്രട്ടറി MS ഷീന തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നടന്ന കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡ് 2026 ഉദ്ഘാടനം സിനിമാ താരം ആസിഫ് അലി നിർവഹിച്ചു. മന്ത്രി OG ജനീഷ് അധ്യക്ഷത വഹിച്ചു. 30 കോടി രൂപ ഒന്നാം സമ്മാനവുമായി തിരുവോണം ബമ്പർ ജില്ലാതല ഉദ്ഘാടനം രാജജേപ്പല്ലൻ MLA നിർവഹിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി 2026 ടിക്കറ്റുകളുടെ ജില്ലാതല വിതരണോദ്ഘാടനവും പ്രകാശനവും രാജൻ ചേപ്പല്ലൻ MLA നിർവഹിച്ചു. 30 കോടി രൂപയാണ് ഇത്തവണത്തെ ഒന്നാം സമ്മാനത്തുക. ടിക്കറ്റ് നിരക്കിൽ വർധനവ് വരുത്താതെ തന്നെ ഒന്നാം സമ്മാനത്തുക ഉയർത്തിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി സ്വാഗതാർഹമാണെന്ന് MLA പറഞ്ഞു. കേവലം ഒരു ഭാഗ്യാന്വേഷണത്തിനപ്പുറം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിലൂടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടി നാം പങ്കാളിയാകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കളക്ടറേറ്റിലെ അനക്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷയായി. ആദ്യ ടിക്കറ്റ് വിൽപ്പന ലോട്ടറി ഏജന്റ് AR ലക്ഷ്മണന് നൽകി മേയർ നിർവഹിച്ചു.
വിശ്വസ്തം, സുതാര്യം, ജനകീയമെന്ന മുദ്രാവാക്യമുയർത്തുന്ന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ ഓണം ബമ്പർ ടിക്കറ്റ് വില 500 രൂപയാണ്. ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 26 ഉച്ചയ്ക്ക് 2 നടത്തും. ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ സിനി പി ഇലഞ്ഞിക്കൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ PM സ്മിത, ലോട്ടറി ഏജന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് നേതാവ് NM ബാലകൃഷ്ണന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. വിവിധ കർഷകരെയും ആദരിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ വളരെ കാലം പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് NM ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, ജയറാം, മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി, ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന മുൻ സെക്രട്ടറി മുർഷിദ്, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ MB സജീവ്, MP വർഗീസ്, MF ജോയ്, TN നമ്പീശൻ, KN ഗോവിന്ദൻകുട്ടി, അരുൺകുമാർ, ഷാജി ചിറ്റിലപ്പള്ളി, ജോർജ് പന്തലുകാരൻ, റഷീദ് ചെമ്മങ്ങണ്ടം തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലയിലെ വിവിധ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ഭവന നിർമ്മാണത്തിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ മാസ്റ്റർ ബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉടമകൾക്കെതിരെ കർശന നടപടി വേണം. 40ഓളം കുടുംബങ്ങളിൽ നിന്ന് 12 കോടിയിലേറെ തട്ടിച്ചു. പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം. 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ കരാർ അടിസ്ഥാനത്തിൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകി തൃശൂർ ആസ്ഥാനമായ മാസ്റ്റർ ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചർ ഭവന നിർമ്മാണ കമ്പനി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 40ൽ പരം കുടുംബങ്ങളിൽ നിന്ന് 12 കോടിയിലേറെ രൂപ തട്ടിയെടുത്തതായി പണം നഷ്ടപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കമ്പനിക്കെതിരെ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സമഗ്ര അന്വേഷണം നടത്തി പ്രതികളായ എല്ലാവരെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും ഉപഭോക്താക്കളിൽ നിന്ന് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് സമ്പാദിച്ച ഭൂസ്വത്തുക്കളും വാഹനങ്ങളും ഉൾപ്പെടെയുള്ള ആസ്തികൾ കണ്ടുകെട്ടി ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പവർകട്ട്, മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധവുമായി AIYF. കേരളത്തെ വീണ്ടും ഇരുട്ടിലാക്കിയ UDF സർക്കാരിനെതിരെ ഒരു സമയക്രമവുമില്ലാതെ രാത്രിയും പകലും എന്നോണം പവർകട്ട് ഏർപ്പെടുത്തുന്ന UDF സർക്കാരിന്റെ നയത്തിനെതിരെ മുദ്രാവാക്യമുയർത്തിയാണ് AIYF മെഴുകുതിരി പ്രതിഷേധം സംഘടിപ്പിച്ചത്. AIYF പാണഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് സെന്ററിൽ നടത്തിയ പ്രതിഷേധ യോഗം AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സനിൽ വാണിയമ്പാറ ഉദ്ഘാടനം നിർവഹിച്ചു. നിജു കണ്ണാറ സ്വാഗതവും രമ്യ രാജേഷ് അധ്യക്ഷതയും വഹിച്ച പ്രതിഷേധ യോഗത്തിൽ ഡോക്ടർ MK പ്രദീപ് കുമാർ, വിനേഷ്, വിനോദ് KS, സൈമൺ CP, രേഷ്മ, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ യോഗത്തിനു ശേഷം അവിടെ വന്ന ജോലിക്കാർക്കും വിദ്യാർത്ഥികൾക്കും മെഴുകുതിരി നൽകിയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്നിവിടെ AIYFന്റെ പാണഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AIYF സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാരിനെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ AIYFന്റെ പാണഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് രമ്യ രാജേഷ്, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന AIYFന്റെ പാണഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് നിജു, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന AIYFന്റെ സമരഭടന്മാർ, പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സഖാക്കൾ. നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ കേരളം നീണ്ട 10 വർഷത്തിന് ശേഷം വീണ്ടും പവർ കട്ട് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. നമ്മൾ ഏത് സമയത്ത് കറണ്ട് പോകും എന്നുള്ളത് ഒരു മുൻകാലങ്ങളിലാണെങ്കിൽ ഒരു നിശ്ചയമുണ്ടായിരുന്നു. രാത്രി 7 മണി മുതൽ 7:30 വരെ, അല്ലെങ്കിൽ 7:30 മുതൽ 8 മണി വരെ, അല്ലെങ്കിൽ 8 മണി മുതൽ 8:30 വരെ എന്നിങ്ങനെ ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടായിരുന്നു മുൻകാലങ്ങളിലുള്ള പവർ കട്ട് എന്നുള്ളൊരു കലാപരിപാടി കേരളത്തിൽ നടന്നു വന്നിരുന്നത്. എന്നാൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിലേറി കേരളത്തിലെ തെരുവോരങ്ങളിലും വീടുകളിലും ഇരുട്ടെന്താണ് എന്നുള്ളത് പഠിപ്പിക്കുക പോലും ചെയ്യാതെ, അല്ലെങ്കിൽ 2016 ശേഷം ജനിച്ച ഒരു കുഞ്ഞിനും പവർ കട്ട് എന്താണെന്ന് അറിയാത്ത കഴിഞ്ഞ 10 കാലം നമ്മുടെ മുമ്പിൽ 10 വർഷക്കാലം കടന്നുപോയി. എന്നാൽ ഇപ്പോൾ
7 മണി മുതൽ 8 മണി വരെയാണോ, 8 മുതൽ 8:30 വരെയാണോ, ഇനി പാതിരാത്രി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കിടന്നുറങ്ങുന്ന സമയത്താണോ എന്ന് പോലും അറിയാതെ ദൈനംദിനം മണിക്കൂറുകളോളം കറണ്ട് ഓഫ് ചെയ്ത് കേരളത്തെ ജനതയെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാർ വന്ന് 2 മാസത്തിനകം ആ പണിയിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു രോഗി ശ്വാസം കിട്ടാതെ ഓക്സിജനിൽ കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഓക്സിജൻ സിലിണ്ടറിൽ നിന്നും കൃത്യമായ ഓക്സിജൻ കറണ്ട് പോയതുകൊണ്ട് കിട്ടാതെ മരണമടഞ്ഞപ്പോൾ ആ രോഗിയെ നോക്കുന്ന നഴ്സ് KCBയിൽ വിളിച്ചു ചോദിക്കുകയാണ്, ഞങ്ങളുടെ എന്തുകൊണ്ടാണ് കറണ്ട് പോയത് കൊണ്ട് നഷ്ടപ്പെട്ടതൊരു ജീവനാണെന്ന്. ദേശീയപാത മുറിച്ചുകടന്നയാളെ കാറിടിച്ച് അപകടം. മണത്തി വടക്കഞ്ചേരി ദേശീയപാത 10-കല്ല് ബിവറേജിന് മുൻപിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന പാതയിൽ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന യുവാവിനെ കാറിടിക്കുകയായിരുന്നു. അപകടത്തിൽ യുവാവിന്റെ വലതുകാൽ ഒടിഞ്ഞ് എല്ല് പുറത്തേക്ക് വന്നു. തെക്കുംപാടം സ്വദേശി എൽദോസിനാണ് പരിക്ക് പറ്റിയത്. ഇയാളെ ഉടനെ തന്നെ ആംബുലൻസിൽ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് തൃശൂർ അത്താണി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ഫിഫ ലോകകപ്പ് ട്രോഫിയുടെ 20 അടി മാതൃക പുത്തൂരിലൊരുക്കി അർജന്റീന ആരാധകർ. ഫിഫ ലോകകപ്പ് ആവേശം പുത്തൂരിലേക്കും. അർജന്റീന ടീമിനോടുള്ള അതിയായ ആരാധനയിൽ പ്രശാന്ത് PC-യും സുഹൃത്തുക്കളും ചേർന്ന് ഒരു മാസത്തെ നിരന്തര പരിശ്രമത്തിൽ ഫിഫ ലോകകപ്പ് ട്രോഫിയുടെ ഭീമൻ മാതൃക നിർമ്മിച്ചു. ആഴ്ചകളോളമുള്ള അധ്വാനം വെൽഡിംഗ് വർക്ക് തൊഴിലാളിയായ പ്രശാന്ത് PC-യുടെ നേതൃത്വത്തിലാണ് ട്രോഫി ഒരുക്കിയത്. കൈനൂർ കോക്കത്ത് ഫുട്ബോൾ ഫാൻസ് അംഗങ്ങൾ മാറി മാറി സഹായിക്കാനെത്തി. സാമ്പത്തികവും കായികവുമായ പിന്തുണയും ലഭിച്ചു. ട്രോഫിയുടെ പ്രത്യേകതകൾ: നീളം 20.8 അടി, വീതി 5.5 അടി, ഉപയോഗിച്ച സാധനങ്ങൾ ഇരുമ്പ്, സൺപാക്ക് ഷീറ്റ്, ഫോം ഷീറ്റ്, പശ, പെയിന്റ് മുതലായവ. ഒരാഴ്ച കാലത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഈ ഭീമൻ ട്രോഫി പൂർത്തിയാക്കിയത്. ഫുട്ബോൾ ലഹരിയിൽ മുങ്ങിയിരിക്കുന്ന പുത്തൂരിലെ യുവാക്കൾക്ക് ഈ ട്രോഫി വലിയ ആകർഷണമായി മാറിയിട്ടുണ്ട്. അർജന്റീനയോടുള്ള സ്നേഹവും കൂട്ടായ്മയുടെ കരുത്തുമാണ് ഈ സൃഷ്ടിക്ക് പിന്നിലെന്ന് സംഘാടകർ പറഞ്ഞു. അർജന്റീനയുടെ ഫാൻസിലത്തെ എല്ലാവരും കൂടി ഇങ്ങനെ പൈസ സ്വരൂപിച്ചിട്ടാണ് ഞങ്ങൾ ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കിയത്. ഒരു 1-2-3 ആഴ്ച എടുത്തൊരു കഠിന പ്രയത്നം കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയൊരു 5-10 പേര് ചേർന്നിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയത്. മെയിനായിട്ട് ഞാനാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിയത്. താർ ജീപ്പ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റുകളും വീട്ടുമതിലും ഇടിച്ചു തകർത്തു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ രാവിലെ 8ഓടെയാണ് സംഭവം. പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻവശവും പൂർണ്ണമായും തകർന്നു. റോഡരികിലുണ്ടായിരുന്ന 2 വൈദ്യുതി പോസ്റ്റുകൾ തകർത്ത ശേഷമാണ് ജീപ്പ് മതിലിലേക്ക് ഇടിച്ചു കയറിയത്. ജീപ്പിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഏറെ നേരം തടസ്സവും അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു.
സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസിന് നേരെ കല്ലേറ്. പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. തമിഴ്നാട് കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസിന്റെ മുൻവശത്തെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്ത പിടികിട്ടാപ്പുള്ളിയായിരുന്ന പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലേറിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നതിനെ തുടർന്ന് ഏകദേശം 10,000 രൂപയുടെ നഷ്ടം സംഭവിച്ചിരുന്നു. ചാലക്കുടി മുഞ്ഞേലി സ്വദേശി ഗോപുരത്തിങ്കൽ വീട്ടിൽ അജു പോൾ എന്നയാളെ പിറ്റേ ദിവസം തന്നെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ട ജാതിക്കായ ബൈക്കിൽ വന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയ കേസിലെ പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മനക്കാട്ടുപടി വീട്ടിൽ സാലി എന്നയാളാണ് അറസ്റ്റിലായത്. കുറ്റിക്കാട് പോട്ടോക്കാരൻ വീട്ടിൽ ജോസിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന 10,000 രൂപയോളം വിലമതിക്കുന്ന 25 കിലോയോളം ജാതിക്കായാണ് സാലി ബൈക്കിലെത്തി മോഷ്ടിച്ചുകൊണ്ടുപോയത്. ബേക്കറിയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ചാലക്കുടി സൗത്തിലുള്ള മോദി ബേക്കറിയുടെ മുൻവശം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം എടക്കര സ്വദേശി കിഴക്കൻ പറമ്പൻ വീട്ടിൽ അസറുദ്ദീൻ എന്നയാളെയാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിനെ കീഴടക്കി സ്പെയിൻ ലോകകപ്പ് കിരീടം നേടി. യൂറോ കപ്പ്, ഒളിമ്പിക്സ് സ്വർണം, ലോകകപ്പ് എന്നിവ ഒരേ സമയം നേടിയ ടീമായി സ്പെയിൻ. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KC അഭിലാഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി എക്സലൻസ് വിദ്യാഭ്യാസ അവാർഡ് MLA രാജൻ ചേപ്പല്ലൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി അഗ്നിസിറ്റി ലയൺസ് ക്ലബ് 2026-27 ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പേൾ റീജൻസിയിൽ മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ടോണി ഏനോക്കാരൻ നിർവഹിച്ചു. വാഴാനി ഡാമിലെ മ്യൂസിക് വാട്ടർ ഫൗണ്ടെയിൻ പണി പൂർത്തീകരിക്കാതിരിക്കുന്നത് അഴിമതി മൂലമാണെന്ന് യൂത്ത് കോൺഗ്രസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.